ഈ കേരള രാഷ്ട്രീയം എന്താണ്, കേരളം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരാൾ പറയുന്നതാണ്. അദ്ദേഹത്തിന് ഇതുവരെ കേരളം എന്താണെന്നും മനസ്സിലായിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു, അല്ല, രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല. രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല. ശരിക്കും അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ്. 10-60 കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയും പീഡന രാഷ്ട്രീയം എനിക്ക് അറിയില്ല. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ അറിയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ ഒരു അവസരങ്ങളും തൊഴിലും നിക്ഷേപം അറിയുന്ന രാഷ്ട്രീയമാണ്. ഞങ്ങൾ BJP ചെയ്യുന്ന രാഷ്ട്രീയം. ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ കോൺഗ്രസുകാര് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുമ്പോൾ അവര് 100% കറക്റ്റാണ്. കുറ്റസമ്മതം നടത്തി അല്ലേ? അതെനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹമില്ല. അവര് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാഡ്രയോ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചോട്ടെ. നമ്മളെയാണല്ലോ മച്ചമ്പി, പോയാലോ? പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല. ഞാന് തൃശ്ശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ്. ഉദ്ദേശിച്ചത് അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും പറയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും പറയും. മലയാളം സംസാരിക്കാനും പറയും, മലയാളത്തിൽ തരി പറയാനും പറയും. വികസന സന്ദേശം മലയാളത്തിൽ പറയാനും പറയും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ബിഡി സതീശൻ വീട്ടില് ഒരു കഞ്ഞിയോ എന്തെങ്കിലും കുടിച്ചോട്ടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മണി.